ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് 10th ബയോളജിയിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന ചാപ്റ്ററിലെ കണ്ണിലെ പാളികൾ, അതിൻ്റെ ധർമ്മങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ആ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. കണ്ണിലെ അറകളും ദ്രവങ്ങളും. കണ്ണിലെ അറകളും ദ്രവങ്ങളും. നമ്മൾ കണ്ണിലെ പാളികൾ പഠിച്ചു. ഇനി കണ്ണിലെ അറകളും ദ്രവങ്ങളുമാണ് പഠിക്കുന്നത്. കണ്ണിന് 2 അറകളാണുള്ളത്. നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോഴും എഴുതുമ്പോഴും ഈ അറകളും പാളികളും മാറിപ്പോവാതെ നോക്കണം. കണ്ണിൽ 3 പാളികളും 2 അറകളുമാണ് കണ്ണിനുള്ളത്. അപ്പോൾ കണ്ണിൻ്റെ 2 അറകളിൽ ഒന്ന് അക്വസ് അറയാണ്. എന്താണ്? അക്വസ് അറ. ഈ അക്വസ് അറ എന്ന് പറയുന്നത് കോർണിയക്കും ലെൻസിനും ഇടയ്ക്കുള്ള അറയാണ്. അതായത് കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള ഒരു അറയാണ് അക്വസ് അറ എന്ന് പറയുന്നത്. ഈ അക്വസ് അറയിൽ ജലസദൃശ്യമായിട്ടുള്ള അക്വസ് ദ്രവമാണ് ഇവിടെയുള്ളത്. നമ്മുടെ വെള്ളം പോലെയുള്ള ഒരു വാട്ടർ ലൈക്ക് അക്വസ് ദ്രവമാണ് എവിടെയുള്ളത്? അക്വസ് അറയിലുള്ളത്. ഇത് ടിഷ്യൂ ദ്രവം പോലെ രക്തത്തിൽ നിന്ന് ഊറി ഇറങ്ങുകയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദ്രവമാണ് അക്വസ് ദ്രവം. അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ടിഷ്യൂ ദ്രവം പോലെ ഇത് രക്തത്തിൽ നിന്ന് ഊറി ഇറങ്ങുകയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കപ്പെടുന്നത്. ലെൻസിനും കോർണിയക്കും പോഷകവും ഓക്സിജനും നൽകുന്നത് ആരാണ്? അക്വസ് ദ്രവത്തിൽ നിന്നാണ് ലെൻസിനും കോർണിയക്കും പോഷകവും ഓക്സിജനും ലഭിക്കുന്നത്. ഒന്നും കൂടി പറയാം. കണ്ണിൽ 2 അറകളാണുള്ളത്. ഒന്നാമത്തെ അറയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അക്വസ് അറ. അക്വസ് അറ എന്ന് പറയുന്നത് കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കുള്ള ഒരു അറയാണ്. ആ ഒരു അക്വസ് അറയിൽ ജലസദൃശ്യമായിട്ടുള്ള, അതായത് വെള്ളം പോലെയുള്ള ഒരു ജലസദൃശ്യമായ ഒരു വാട്ടർ ലൈക്ക് ആയിട്ടുള്ള അക്വസ് ദ്രവമാണ് അവിടെയുള്ളത്. ഇത് ടിഷ്യൂ ദ്രവം പോലെ എവിടെയുള്ളതാണ് അക്വസ് ദ്രവം? അക്വസ് അറയിൽ അക്വസ് ദ്രവം. ഇത് ടിഷ്യൂ ദ്രവം പോലെ രക്തത്തിൽ നിന്ന് തന്നെ ഊറിയിറങ്ങി തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. പിന്നെ ലെൻസിനും കോർണിയക്കും ഇടയിലുള്ള ഒരു ഭാഗമാണ് അക്വസ് അറ എന്ന് പറഞ്ഞു. ആ അക്വസ് അറയിലുള്ള ഒരു ദ്രവമാണ് അക്വസ് ദ്രവം. ആ ഒരു ലെൻസിനും കോർണിയക്കും പോഷകവും ഓക്സിജനും നൽകുന്നത് ആരാണ്? ഈ ദ്രവത്തിൽ നിന്നാണ്. ഏത് ദ്രവം? അക്വസ് ദ്രവത്തിൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഇതാണ് നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ അറ വിട്രിയസ് അറയാണ്. വിട്രിയസ് അറ. രണ്ടാമത്തെ അറ വിട്രിയസ് അറയാണ്. ഇവിടെ വിട്രിയസ് ദ്രവം എന്ന് കൊടുത്തുപോയി. വിട്രിയസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കും, നേരത്തെ കോർണിയക്കും ലെൻസിനും ആയിരുന്നു, ഇത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയാണ് വിട്രിയസ് അറ. അവിടെയുള്ളത് ജെല്ലി പോലെയുള്ളതാണ്. നേരത്തെ ജലസദൃശ്യമായിരുന്നു, ഇവിടെ ജെല്ലി പോലെയുള്ള സുതാര്യമായ വിട്രിയസ് ദ്രവം. അവിടെ അക്വസ് അറയിലെ അക്വസ് ദ്രവമായിരുന്നു, വിട്രിയസ് അറയിലെ വിട്രിയസ് ദ്രവം ആണ്. അതൊരു സുതാരമായിട്ടുള്ള വിട്രിയസ് ദ്രവമാണ്. ഇതെന്ത് ചെയ്യുന്നു? നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്തുന്നുണ്ട്. ഈ വിട്രിയസ് ദ്രവത്തിന്റെ ഒരു ഫംഗ്ഷനാണ് നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്തുന്നുണ്ട്. നേരത്തെ അക്വസ് ദ്രവത്തിന്റെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു ലെൻസിനും കോർണിയക്കും ഓക്സിജനും പോഷകവും ലഭിക്കുന്നത് ആ ഒരു ദ്രവത്തിൽ നിന്നായിരുന്നു. ഇവിടെ നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്തുന്നത് വിട്രിയസ് ദ്രവമാണ്. ഒരു ജെല്ലി പോലെയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 അറകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ? കോർണിയക്കും ലെൻസിനും, ഇതാണ് ലെൻസിനും ഇടയിലുള്ളതാണ് അക്വസ് ദ്രവം. അതാണ് അക്വസ് അറയും അവിടെ ഉള്ളതാണ് അക്വസ് ദ്രവം. ഇനി നമ്മുടെ ഈ ലെൻസിനും നമ്മുടെ ഈ റെറ്റിനയിലെ ഉള്ളിലുള്ള റെറ്റിന, ആ റെറ്റിനയ്ക്ക് ഇടയിലുള്ളതാണ് വിട്രിയസ് അറ. ആ വിട്രിയസ് അറയിലുള്ള ഒരു ദ്രവമാണ് വിട്രിയസ് ദ്രവം. ഓക്കെ, സെറ്റല്ലേ? ഇനി നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ കണ്ണിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പാതയാണ് കൊടുത്തിട്ടുള്ളത്. കോർണിയ, മുൻവശത്തു നിന്നുള്ള കോർണിയ, നമ്മുടെ കണ്ണിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യമായിട്ടുള്ള ഒരു പാർട്ടാണ് കോർണിയ. കോർണിയയിൽ നിന്ന് പ്രകാശം എന്ത് ചെയ്യുന്നു? അക്വസ് ദ്രവത്തിലൂടെ പ്യൂപ്പിളിലെത്തുന്നു. പ്യൂപ്പിൾ നമ്മുടെ കൃഷ്ണമണിയിലെത്തുന്നു. അവിടെ നിന്ന് ലെൻസിലേക്ക് എത്തുന്നു. ലെൻസിൽ നിന്ന് വിട്രിയസ് ദ്രവം വഴി റെറ്റിനയിലെത്തുന്നു. ഓക്കെ, കോർണിയയിൽ നിന്ന് അക്വസ് ദ്രവത്തിലൂടെ പ്യൂപ്പിളിലെത്തി, പ്യൂപ്പിളിൽ നിന്ന് ലെൻസിലേക്ക്, ലെൻസിൽ നിന്ന് വിട്രിയസ് ദ്രവത്തിലൂടെ റെറ്റിനയിലേക്ക്. നമുക്കറിയാം കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ലെൻസിനും
റെറ്റിനയ്ക്കും ഇടയിലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. ഓക്കെ, കോർണിയയിൽ നിന്ന് അക്വസ് ദ്രവം വഴി അക്വസ് ദ്രവത്തിലൂടെ പ്യൂപ്പിളിൽ നിന്ന് ലെൻസിലേക്കും ലെൻസിൽ നിന്ന് വിട്രിയസ് ദ്രവത്തിലൂടെ റെറ്റിനയിലേക്കും പ്രകാശം എത്തുന്നു. ഇതാണ് പ്രകാശത്തിൻ്റെ പാത. ഇതൊന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് വേണമെങ്കിൽ ഇത് തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മളിതാ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്യൂപ്പിളിനെ കുറിച്ചാണ്. കോർണിയക്ക് പിന്നിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. അത് നമുക്കറിയാം. കോർണിയക്ക് പിറകിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. ഐറിസിൻ്റെ മധ്യഭാഗത്തെ സുഷിരം, ഐറിസിൻ്റെ നടുക്കായിട്ട് ഒരു സുഷിരമുണ്ട്. അതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഈ കൃഷ്ണമണി എന്ന് പറയുന്നത്. കോർണിയക്ക് പിന്നിൽ കാണപ്പെടുന്ന പുറകിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്യൂപ്പിളിൻ്റെ സാധാരണ വലിപ്പം എന്ന് പറയുന്നത് 2 മുതൽ 3 വരെ മില്ലിമീറ്ററാണ്. 2 to 3 മില്ലിമീറ്റർ വരെയാണ്. 3 വരെയുള്ളൊരു മില്ലിമീറ്ററാണ് പ്യൂപ്പിളിൻ്റെ സാധാരണ വലിപ്പം. മില്ലിമീറ്ററാണ്. എക്സാമിന് എഴുതുമ്പോൾ മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുന്നതിലൂടെ നമ്മുടെ ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുമല്ലോ. ഒരു തീവ്രപ്രകാശത്തിലും മങ്ങിയ വെളിച്ചത്തിലൊക്കെ ഒരു പ്യൂപ്പിളിൻ്റെ വലിപ്പത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുന്നതിലൂടെ സാധാരണയിലും 16 മടങ്ങധികം പ്രകാശത്തെ റെറ്റിനയിലേക്ക് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കുന്നത് ഐറിസിലെ, നമ്മൾ പറഞ്ഞു ഐറിസിൽ 2 പേശികളുണ്ടെന്ന് പറഞ്ഞു. ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കുന്നത് ഐറിസിലെ റേഡിയൽ പേശികളും വലയ പേശികളുമാണ്. പ്യൂപ്പിളിൻ്റെ വലിപ്പത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഐറിസിലെ റേഡിയൽ പേശികളും വലയ പേശികളുമാണ്. അപ്പോൾ കോർണിയക്ക് പിന്നിൽ കാണപ്പെടുന്ന ഭാഗം ഐറിസ് ആണ്. ആ ഐറിസിൻ്റെ നടുക്കുള്ള മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. പ്യൂപ്പിളിൻ്റെ സാധാരണ വലിപ്പം 2 മുതൽ 3 വരെ മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുന്നതിലൂടെ സാധാരണയിലും 16 മടങ്ങ് അധികം പ്രകാശത്തെ റെറ്റിനിലേക്ക് പതിപ്പിക്കാനാവും. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ബാക്കി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കുന്നത് ഐറിസിലെ റേഡിയൽ പേശികളും വലയ പേശികളുമാണ്. ഓക്കെ, അപ്പം മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാനും തീവ്രപ്രകാശത്തിൽ റെറ്റിനയ്ക്ക് കേടുപാട് വരാതിരിക്കാനുമാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കേണ്ടി വരുന്നത്. അതായത് മങ്ങിയ വെളിച്ചം ഡിം ലൈറ്റിൽ വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാനും തീവ്രപ്രകാശത്തിൽ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റിൽ റെറ്റിനയ്ക്ക് കേടുപാട് വരാതിരിക്കാനുമാണ് ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കുന്നത്. ഓക്കെ, മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ, പിന്നെയോ തീവ്രപ്രകാശത്തിൽ റെറ്റിനയ്ക്ക് കേടുപാട് വരാതിരിക്കാനും കൂടി വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? പ്യൂപ്പിളിൻ്റെ വലിപ്പം നിയന്ത്രിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിൽ കാണാം, തീവ്രപ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിക്കുകയാണ്. നമുക്കറിയാം, ഭയങ്കര ഒരു ബ്രൈറ്റ് ലൈറ്റിൽ നമ്മളെ കണ്ണിലേക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ കണ്ണിങ്ങനെ ചുരുങ്ങൂലേ, കണ്ണിങ്ങനെ ചുരുങ്ങി വരില്ലേ? അതാണ് ഇവിടെ കാണുന്നത്. വലയപേശികൾ സങ്കോചിക്കുകയാണ്, ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ പ്രകാശമാണ്, അവിടെ മാറ്റമൊന്നുമില്ല. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ, മങ്ങിയ പ്രകാശത്തിൽ എന്താണ് സംഭവിക്കുന്നത്? റേഡിയൽ പേശികൾ, അതായത് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. മങ്ങിയ തീവ്രപ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിക്കും, വലയപേശികൾ ചുരുങ്ങും. ഇനി മങ്ങിയ പ്രകാശത്തിലാണെങ്കിൽ റേഡിയൽ പേശികളാണ് ചുരുങ്ങുന്നത്. ഇതാണ് പ്യൂപ്പിളിൻ്റെ പേശി പ്രവർത്തനം എന്ന് പറയുന്നത്. തീവ്രപ്രകാശത്തിൽ വലയപേശികളാണ് സങ്കോചിക്കുന്നത്. ഇത് സാധാരണ പ്രകാശമാണ്. ഇനിയിപ്പം മങ്ങിയ പ്രകാശത്തിലാണെങ്കിൽ റേഡിയൽ പേശികളാണ് സങ്കോചിക്കുന്നത്. ഇനി ലെൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലെൻസിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ലെൻസിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഇലാസ്റ്റിക സ്വഭാവമുള്ള ക്യാപ്സ്യൂൾ എന്നൊരു ഉറയുണ്ട്. ഇലാസ്റ്റിക സ്വഭാവമുള്ള ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഉറ. അപ്പം നമ്മുടെ ലെൻസിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഇലാസ്റ്റിക സ്വഭാവമുള്ള ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉറയുണ്ട്. അതിനുള്ളിൽ ലെൻസ് നാരുകളുണ്ട്. ഈ ലെൻസ് നാരുകൾക്കും ക്യാപ്സ്യൂളിനും ഇടയിൽ മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്ന ഒരു എപ്പിത്തീലിയം ഉണ്ട്. അപ്പോൾ നമ്മുടെ ലെൻസിന് നമ്മൾ പ്യൂപ്പിളിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ലെൻസിനെ കുറിച്ചാണ് പറയുന്നത്. ലെൻസിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് ഇലാസ്റ്റിക സ്വഭാവമുള്ള ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഉറയാണുള്ളത്. അതിനുള്ളിൽ ലെൻസ് നാരുകളാണുള്ളത്. എന്നിട്ട് ഈ ലെൻസ് നാരുകൾക്കും ക്യാപ്സ്യൂളിനും ഇടയിൽ മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്ന ഒരു എപ്പിത്തീലിയം ഉണ്ട്. മനസ്സിലായോ? ലെൻസിന് പ്രധാനപ്പെട്ട 3 ഭാഗമാണുള്ളത്. ഒന്ന് ഇലാസ്റ്റിക സ്വഭാവമുള്ള ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉറയുണ്ട്.
ആ ഉറക്കുള്ളിലായിട്ട് ലെൻസ് നാരുകളുണ്ട്. ഈ ലെൻസ് നാരിനും ക്യാപ്സ്യൂളിനും ഇടയിലായിട്ട് എന്തുണ്ട്? മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്ന ഒരു എപ്പിത്തീലിയം ഉണ്ട്. ഇതാണ് ലെൻസിന്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതെന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ലെൻസ് നാരുകളില്ലേ, ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ കാണുന്ന ലെൻസ് നാരുകൾ, അത് ആജീവനാന്തം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പിത്തീലിയമാണ്. ആ ഒരു ലെൻസ് നാരുകളെ നിർമ്മിക്കുന്നത് എപ്പിത്തീലിയമാണ്. നമ്മുടെ ലെൻസ് ഇല്ലേ, ആ ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ്റെ പേരാണ് ക്രിസ്റ്റലിൻ. അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കും ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകമായിട്ടുള്ള പ്രോട്ടീൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റലിൻ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ക്രിസ്റ്റലിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ്. ഈ ലെൻസ് നാരുകളെയാണ് ആര് നിർമ്മിക്കുന്നത്? എപ്പിത്തീലിയം നിർമ്മിക്കുന്നത്. ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ക്രിസ്റ്റലിനാണ്. എവിടെ നിന്നാണ് നമ്മുടെ ലെൻസിന് പോഷകങ്ങൾ ലഭിക്കുന്നത്? അക്വസ് ദ്രവത്തിൽ നിന്ന്. നമ്മൾ പറഞ്ഞു അക്വസ് അറയിലുള്ള അക്വസ് ദ്രവത്തിൽ നിന്നാണ് ലെൻസിന് പോഷകങ്ങൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ പോഷകങ്ങൾ ലെൻസ് സ്വീകരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ലെൻസ് ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇവിടെ നിങ്ങൾ നമ്മുടെ ലെൻസാണ്. ഇത് നമ്മുടെ ലെൻസ്. ഇവിടെ എന്താണ്? ലിഗമെൻറ്റുകൾ കാണാം നിങ്ങൾക്ക്. ഇതാണ് സീലിയറി പേശി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലിഗമെൻറ്റുകൾ കാണാം. അപ്പോൾ ഇതാണ് നേത്ര ലെൻസും ലിഗമെൻറ്റുകളാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ലിഗമെൻറ്റുകൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. ഈ ലിഗമെൻറ്റുകളാണ് ലെൻസിനെ സീലിയറി പേശികളായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇത് മാത്രമേ ഈ ചിത്രത്തിൽ മനസ്സിലാക്കാനുള്ളൂ. ലിഗമെൻറ്റുകളാണ് ഈ ലെൻസിനെ സീലിയറി പേശികൾ, ഇവിടെയുള്ള സീലിയറി പേശികളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് ലിഗമെൻറ്റുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു കണ്ണിൻ്റെ കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ, നമ്മുടെ അടുത്ത് കാണുന്നതും അകലെ ദൂരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായിട്ട് പതിക്കുന്നുണ്ട്. നമ്മൾ അകലെയുള്ള അടുത്തുള്ള വസ്തുവിനെ കൃത്യമായിട്ട് കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായിട്ട് പതിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായിട്ട് പതിപ്പിക്കുന്ന കണ്ണിൻ്റെ കഴിവിനെ നമ്മൾ എന്ത് പറയും? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയും. എന്താണ്? പവർ ഓഫ് അക്കോമഡേഷൻ. എന്താണ് ഈ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്? അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായിട്ട് പതിപ്പിക്കുന്ന കണ്ണിൻ്റെ കഴിവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത്. ലെൻസിന്റെ വക്രതയിൽ സീലിയറി പേശികളുടെ പ്രവർത്തന ഫലമായ വ്യത്യാസം വരുത്തിയാണ് ഇത് സാധ്യമാകുന്നത്. അതായത് ലെൻസിന്റെ വക്രതയിൽ എന്താണ്? സീലിയറി പേശികളുടെ പ്രവർത്തന ഫലമായിട്ട് വ്യത്യാസം വരുത്തും. അതായത് സീലിയറി പേശികളുടെ പ്രവർത്തന ഫലമായിട്ട് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വ്യത്യാസം വരുത്തിയിട്ടാണ് ഇത് ഈ ഒരു പവർ ഓഫ് അക്കോമഡേഷൻ സാധ്യമാകുന്നത്. അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോഴും ദൂരെയുള്ള വസ്തുവിനെ കാണുമ്പോഴും എന്താണ്? നമ്മുടെ സീലിയറി പേശികൾ ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തും. അങ്ങനെയാണ് ഈ ഒരു പവർ ഓഫ് അക്കോമഡേഷൻ സാധ്യമാകുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കൊണ്ട് മനസ്സിലാകും. ഇതിൽ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാണ്. ലെൻസ് എന്താണ്? ലെൻസ് ഇങ്ങനെ ഇതാ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലിഗമെൻറ്റുകൾ എന്താ? വലിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ നമ്മളിവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. എന്താണ്? അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ എന്താണ്? സീലിയറി പേശികൾ സങ്കോചിക്കും, സീലിയറി പേശികൾ ചുരുങ്ങും. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ നമ്മുടെ ലെൻസിന്റെ വക്രത കൂടും. അതുകൊണ്ട് നമുക്കിവിടെ കാണാം ലെൻസ് കൂടുതൽ ഗോളാകൃതിയിലേക്ക് ആയിട്ടുണ്ട് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ. ലിഗമെന്റുകൾ ഇവിടെ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്താണ്? വലിഞ്ഞിട്ടുണ്ടായേ. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ലിഗമെന്റുകൾ എന്തായിരിക്കും? വിശ്രമാവസ്ഥയിലായിരിക്കും, ഒരു അയഞ്ഞിട്ടായിരിക്കും, റിലാക്സേഷനിലായിരിക്കും എന്നുണ്ടാവുക, ലിഗമെന്റുകൾ ഉണ്ടാവുക. നമ്മളിവിടെ പറഞ്ഞു സീലിയറി പേശികൾ എന്താണ്? സങ്കോചിക്കും. ലെൻസിന് വക്രത കൂടും. അതുകൊണ്ടാണ് ലെൻസ് കൂടുതൽ ഗോളാകൃതിയിലേക്ക് കാണുന്നില്ലേ. പിന്നെന്താണ്? ലിഗമെന്റുകൾ ഒരു റിലാക്സേഷൻ, ലിഗമെന്റുകൾ അയയും, ലിഗമെന്റുകൾ ഒരു വിശ്രമാവസ്ഥയിലായിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അടുത്തത് റെറ്റിനയിൽ എന്താ പറയുന്നത്? റെറ്റിനയിലുള്ള പ്രകാശഗ്രാഹികൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പ്രകാശഗ്രാഹികളെ കുറിച്ച് പറഞ്ഞു. റെറ്റിനയിലുള്ള പ്രകാശഗ്രാഹികൾ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ്. നമ്മുടെ കണ്ണിന്റെ 3ാമത്തെ പാളിയാണ് റെറ്റിന എന്ന് പറയുന്നത്. ആ റെറ്റിനയിൽ ഉള്ള പ്രകാശഗ്രാഹികൾ ഏതൊക്കെയാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് പ്രകാശഗ്രാഹികൾ. റോഡ് കോശങ്ങൾക്ക് സിലിണ്ടർ ആകൃതിയാണ്. റോഡ് കോശങ്ങളുടെ ഷേപ്പ് എങ്ങനെയാണ്? സിലിണ്ടർ പോലെയാണ്. കോൺ കോശങ്ങളോ കോണാകൃതിയാണ്. അത് പേരിൽ തന്നെയുണ്ട്, കോണാകൃതിയാണ്. റോഡ് കോശങ്ങൾ സിലിണ്ടർ ആകൃതിയിലാണ്.
റോഡ് കോശങ്ങൾ 9 കോടിയിലധികം ഉണ്ടാവും. എന്നാൽ കോൺ കോശങ്ങൾ ഏകദേശം 45 ലക്ഷവുമാണ് ഉണ്ടാവുക. അപ്പോൾ റോഡ് കോശങ്ങളാണ് കൂടുതലുള്ളത്. റോഡ് കോശങ്ങളിലെ വർണ്ണകം റോഡോപ്സിൻ. റോഡ് കോശങ്ങളിലെ വർണ്ണകം ഏതാണ്? റോഡോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണകം ഏതാണ്? ഫോട്ടോപ്സിൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് റോഡ് കോശങ്ങൾ സിലിണ്ടർ ആകൃതിയും റോഡ് കോശങ്ങളിലെ വർണ്ണകം റോഡോപ്സിനുമായിരിക്കും. കോൺ കോശങ്ങൾക്ക് കോണാകൃതിയും കോൺ കോശങ്ങളിലെ വർണ്ണകം ഫോട്ടോപ്സിനും ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ 2 വർണ്ണകങ്ങളും ഇനി റോഡോപ്സിനും ഈ ഫോട്ടോപ്സിനും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓപ്സിൻ എന്ന പ്രോട്ടീനും എന്താണ്? ഇനി റോഡോപ്സിനിലാവട്ടെ ഫോട്ടോപ്സിനിലാവട്ടെ അതിലെന്തുണ്ടാവും? ഓപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റെറ്റിനാലും ചേർന്നിട്ടാണ് 2 വർണ്ണകങ്ങളും. ഇനി ഫോട്ടോപ്സിനും റോഡോപ്സിനും ഓപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ എന്താണ്? രണ്ടിലും ഓപ്സിൻ ഉണ്ട്. അപ്പോൾ ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റെറ്റിനാലും ചേർന്നിട്ടാണ് ഈ 2 വർണ്ണകങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ഇത് രണ്ടും ഈ ഒരു ഓപ്സിനും വിറ്റാമിൻ എയും ഒരു റെറ്റിനാലും ചേർന്നിട്ടാണ് ഉണ്ടാവുന്നതെങ്കിലും റോഡോപ്സിനിലും ഫോട്ടോപ്സിനിലുമുള്ള റെറ്റിനാലിൻ്റെ ഈ ഒരു വിറ്റാമിൻ എയിലുള്ള ആ ഒരു രൂപപ്പെടുന്ന റെറ്റിനാലില്ലേ അതിൻ്റെ രാസഘടന വ്യത്യാസമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണും എന്താ സിലിണ്ടറിക്കൽ ഷേപ്പിലായിട്ട് നമ്മുടെ റോഡ് കോശം, കോൺ ഷേപ്പിലായിട്ട് കോൺ കോശങ്ങളും. ഇത് രണ്ടുമാണ് റോഡ് കോശം കോൺ കോശം. ഈ ചിത്രം നോക്കി വെക്കണം, എക്സാമിന് ചിത്രം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുക. അപ്പോൾ റോഡ് കോശം കോൺ കോശം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ കാണുന്നില്ലേ കോണ് പോലെ? ഇവിടെ അതാണ് കോൺ കോശം. ഇവിടെ കാണുന്നില്ല ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്? അതാണ് റോഡ് കോശം എന്ന് പറയുന്നത്. ഇതിലുള്ള വർണ്ണകങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? റോഡ് കോശത്തിൽ പേരിൽ തന്നെയുണ്ട് റോഡോപ്സിൻ, കോൺ കോശത്തിൽ ഫോട്ടോപ്സിൻ. ഇതിൽ രണ്ടിലും ഈ 2 വർണ്ണകത്തിലും എന്തുണ്ട്? ഓപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന റെറ്റിനാലും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രകാശഗ്രാഹികളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്ക്. പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഗ്ലൂട്ടാമേറ്റ് ആണ്. ഇത് നമ്മുടെ പ്രകാശഗ്രാഹിയില്ലേ ആ ഒരു പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത്? ഗ്ലൂട്ടാമേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടിലും എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇരുട്ടിൻ്റെ കാര്യം എടുക്കാം. ഇരുട്ടിൽ നമ്മുടെ പ്രകാശഗ്രാഹികൾ എന്തിനെ ഉൽപ്പാദിപ്പിക്കും? തുടർച്ചയായിട്ട് ഗ്ലൂട്ടാമേറ്റിനെ, ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഇല്ലേ ആ ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കും. ഓൺ ബൈപോളാർ കോശങ്ങളുണ്ട്. ഓൺ ബൈപോളാർ കോശങ്ങൾ എന്ന് പറയുന്നത് എന്താ? പ്രകാശത്തെ തിരിച്ചറിയുന്നവ. അപ്പോൾ ഇരുട്ടിൽ ഓൺ ബൈപോളാർ കോശങ്ങൾ പ്രകാശത്തെ തിരിച്ചറിയുന്നവ എന്തായിരിക്കും? പ്രവർത്തനരഹിതമായിരിക്കും. സ്വാഭാവികമായിട്ടും അവിടെ നിന്നില്ല, പ്രകാശമില്ല, ഇരുട്ടാണ്. അതുകൊണ്ട് ഓൺ ബൈപോളാർ കോശങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ഓഫ് ബൈപോളാർ കോശങ്ങളുണ്ട്, ഇരുട്ടിനെ തിരിച്ചറിയുന്നവ. ഇരുട്ടിൽ ഓഫ് ബൈപോളാർ കോശങ്ങൾ എന്ത് ചെയ്യും? ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു ഓഫ് ബൈപോളാർ കോശങ്ങൾ എന്ത് ചെയ്യും? പ്രകാശത്തിൻ്റെ അഭാവത്തെ, എന്താണ്? പ്രകാശമില്ലല്ലോ, ഇരുട്ടല്ലേ, അപ്പോൾ ആ ഒരു പ്രകാശത്തിൻ്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങളെ രൂപപ്പെടുത്തും, ഒരു ഇമ്പൾസിനെ രൂപപ്പെടുത്തും. ഇവ നേത്രനാഡി വഴി എന്ത് ചെയ്യും? ആ ഒരു നേത്രനാഡി വഴി എവിടെ എത്തും? മസ്തിഷ്കത്തിലെത്തിയിട്ട് ഇരുട്ടാണെന്ന ബോധം ഉണ്ടാക്കുന്നു. അതായത് ഇരുട്ടിൽ പ്രകാശഗ്രാഹികൾ തുടർച്ചയായിട്ട് ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഓൺ ബൈപോളാർ കോശങ്ങൾ, അതായത് പ്രകാശത്തെ തിരിച്ചറിയുന്നവ പ്രവർത്തനരഹിതമായിരിക്കും. ഓഫ് ബൈപോളാർ കോശങ്ങൾ എന്ത് ചെയ്യും? ബൈപോളാർ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടും. ഇരുട്ടിനെ തിരിച്ചറിയുന്ന ഓഫ് ബൈപോളാർ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടും. ഈ ഓഫ് ബൈപോളാർ കോശങ്ങൾ പ്രകാശത്തിൻ്റെ അഭാവം, ഇരുട്ടിൽ പ്രകാശമില്ലല്ലോ, ആ ഒരു പ്രകാശത്തിൻ്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങളെ രൂപപ്പെടുത്തും. ഇവ നേത്രനാഡി വഴി മസ്തിഷ്കത്തിലെത്തിയിട്ട് ഇരുട്ടാണെന്നൊരു ബോധം ഉണ്ടാക്കും. ഇനി നമ്മൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, ഇപ്പം നമ്മൾ ഇരുട്ടിലാണ് പറഞ്ഞത്, ഇനി പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പറയുന്നത്. പ്രകാശഗ്രാഹികൾ ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കില്ല. ഒരു പ്രകാശമുള്ള സമയത്ത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നില്ല? പ്രകാശഗ്രാഹികൾ ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇരുട്ടിൽ മാത്രമാണ് പ്രകാശഗ്രാഹികൾ ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശഗ്രാഹികൾ ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഓൺ ബൈപോളാർ കോശങ്ങൾ, ഏതാണ്? പ്രകാശത്തെ തിരിച്ചറിയുന്ന കോശങ്ങൾ സജീവമാവുകയും ഓഫ് ബൈപോളാർ കോശങ്ങൾ, ഇരുട്ടിനെ തിരിച്ചറിയുന്നവ എന്താവും? പ്രവർത്തനരഹിതമാവും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഓഫ് ബൈപോളാർ കോശങ്ങളാണ് എന്ത് ഇതാക്കിയത്? ആവേഗങ്ങളെ രൂപപ്പെടുത്തിയത്. ഇവിടെ ഓൺ ബൈപോളാർ കോശങ്ങൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തെ, ഇപ്പുറത്ത് ഓഫ് ബൈപോളാർ കോശങ്ങൾ പ്രകാശത്തിൻ്റെ അഭാവത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഇവിടെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങൾ, ഒരു ഇമ്പൾസസ് രൂപപ്പെടുത്തുന്നു. ഇവ നേത്രനാഡി വഴി മസ്തിഷ്കത്തിൽ എത്തിയിട്ടാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
ഇനി നമ്മൾ നോക്കുന്നത് വർണ്ണക്കാഴ്ചയാണ്. എന്താണ് വർണ്ണക്കാഴ്ച? റെറ്റിനയിൽ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ 3 തരം കോൺകോശങ്ങളുണ്ട്. റെറ്റിനയിൽ നിറങ്ങളെ തിരിച്ചറിയാൻ 3 തരം കോൺകോശങ്ങളുണ്ട്. എന്താണ്? റെറ്റിനയിൽ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ 3 തരം കോൺകോശങ്ങളുണ്ട്. നമുക്കറിയാം കോൺകോശങ്ങളാണ് വർണ്ണങ്ങളെ തിരിച്ചറിയുന്നതും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൽ കാഴ്ച സാധ്യമാക്കുന്നതൊക്കെ കോൺകോശങ്ങളാണ്. ആ ഒരു കോൺകോശത്തിൽ എന്തുണ്ട്? 3 തരം കോൺകോശങ്ങൾ നമ്മുടെ റെറ്റിനയിലുണ്ട് വർണ്ണങ്ങളെ തിരിച്ചറിയാനായിട്ട്. എസ് കോണുകൾ. എന്താണ് എസ് കോണുകൾ? എസ് കോണുകൾ എന്താണ്? ഹ്രസ്വ തരംഗദൈർഘ്യം, കുറഞ്ഞ തരംഗദൈർഘ്യത്തിൽ, അതായത് നീല വെളിച്ചത്തിൽ. പിന്നെ എ കോണുകൾ ഇടത്തരം തരംഗദൈർഘ്യത്തിൽ, ഒരു കൂടിയതുമല്ല എന്നാൽ കുറഞ്ഞതുമല്ല, ഒരു മീഡിയം തരംഗദൈർഘ്യത്തിൽ, അതായത് പച്ച വെളിച്ചം. പിന്നെ ഉള്ളത് എൽ കോണുകളാണ്. ദീർഘ തരംഗദൈർഘ്യത്തിൽ, കൂടിയ തരംഗദൈർഘ്യത്തിൽ, ചുവന്ന വെളിച്ചം, സംവേദനത്വം കാണിക്കുന്നു. എസ് കോണുകൾ 3 തരം കോണുകളാണുള്ളത്. എസ് കോണുകൾ, എ കോണുകൾ, എൽ കോണുകൾ. എസ് കോണുകൾ എന്താണ്? ഹ്രസ്വ തരംഗദൈർഘ്യത്തിലും, അതായത് നീല വെളിച്ചം. എ കോണുകൾ ഇടത്തരം തരംഗദൈർഘ്യത്തിൽ, പച്ച വെളിച്ചം. പിന്നെയോ എൽ കോണുകൾ ദീർഘ തരംഗദൈർഘ്യത്തിൽ, ചുവന്ന വെളിച്ചം. ഇവിടെ സംവേദനത്വം കാണിക്കുന്നു. ഓക്കെ. പ്രകാശത്തിൻ്റെ തീവ്രതയും, എന്താണ് പ്രകാശത്തിൻ്റെ തീവ്രത? ഡിമ്മാണോ ബ്രൈറ്റ് ആണോ? ആ ഒരു പ്രകാശത്തിൻ്റെ തീവ്രതയില്ലേ, പ്രകാശത്തിൻ്റെ തീവ്രതയെയും തരംഗദൈർഘ്യത്തെയും ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 കോൺകോശങ്ങളും പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നതിനാലാണ് വർണ്ണക്കാഴ്ച സാധ്യമാവുന്നത്. അതായത് ഒരു പ്രകാശത്തിൻ്റെ തീവ്രത, പിന്നെ നമ്മൾ തരംഗദൈർഘ്യം പറഞ്ഞല്ലോ, തരംഗദൈർഘ്യം കൂടിയാൽ കുറഞ്ഞാൽ, പിന്നെ ഇടത്തരം തരംഗദൈർഘ്യത്തിൽ ഏത് കോണാണെന്നൊക്കെ പറഞ്ഞു. ആ ഒരു തരംഗദൈർഘ്യത്തെയൊക്കെ ആശ്രയിച്ച് വർണ്ണപ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ 3 കോൺകോശങ്ങളും, ഈ 3 കോൺകോശങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, എ കോൺകോശം, പിന്നെ എന്താണ് എല്, പിന്നെ എസ്, നമ്മളങ്ങനെ 3 കോൺകോശങ്ങൾ പറഞ്ഞു. അവ പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നതിനാലാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാവുന്നത്. ഈ ചുവപ്പ് പച്ച കോണുകളില്ലേ, ചുവപ്പ് പച്ച കോണുകൾ, അവ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ മഞ്ഞ നിറത്തെക്കുറിച്ചാണ് നമുക്ക് ധാരണ ലഭിക്കുന്നത്. യെല്ലോ കളറിനെ കുറിച്ചാണ് നമുക്ക് ധാരണ ലഭിക്കുന്നത്. 3 തരം കോണുകളുടെയും, അതായത് ചുവപ്പ് പച്ച നീല, ഈ 3 തരം കോണുകളുടെയും ഉത്തേജനം, അവ 3 ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ അല്ലെ ഉത്തേജിക്കപ്പെടുമ്പോൾ വെളുത്ത പ്രകാശത്തെയാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ചുവപ്പും പച്ചയും കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ യെല്ലോ നിറം, ഒരു മഞ്ഞ നിറത്തെക്കുറിച്ചാണ് ധാരണ ലഭിക്കുന്നതെങ്കിൽ ഈ 3 തരം കോണുകൾ, ചുവപ്പ് പച്ച നീല കോണുകൾ, 3 തരം കോണുകളുടെ ഉത്തേജനം വെളുത്ത പ്രകാശത്തെയാണ് അനുഭവവേദ്യമാക്കുന്നത്. ഓക്കെ. പച്ച ചുവപ്പ് എന്നീ വർണ്ണങ്ങൾ സംവേദനം ചെയ്യുന്ന കോൺകോശങ്ങളിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായ ജീൻ കാണപ്പെടുന്നത് എക്സ് ക്രോമസോമിലാണ്. ഇത് വായിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നാവേണ്ട, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പച്ച ചുവപ്പ് എന്താണ്? പച്ച ചുവപ്പ് കോണിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന്, ഈ ഒരു പച്ച ചുവപ്പ് കോണില്ലേ, ആ കോണിലുള്ള വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ള ജീൻ എവിടെയാണ് കാണപ്പെടുന്നത്? എക്സ് ക്രോമസോമിലാണ് പച്ച ചുവപ്പ് കോണിലെ വർണ്ണകത്തിന് കാരണമായിട്ടുള്ള, വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ള ജീന് കാണപ്പെടുന്നത്. ഓക്കെ. ഇനി നീലക്കോണിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ള ജീൻ എവിടെയാണ് കാണുന്നത്? ക്രോമസോം 7 7th ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. ഈ പച്ചയിലെയും ചുവപ്പിലെയും ആ 2 കോണിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ള ജീന് കാണപ്പെടുന്നത് എവിടെയാണ്? എക്സ് ക്രോമസോമിലാണ്. എന്നാൽ നീലക്കോണിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ള ജീന് കാണുന്നത് ക്രോമസോം 7 കാണപ്പെടുന്നത്. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് 3 കോണുകളും കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ബ്ലൂ, റെഡ്, ഗ്രീൻ, കണ്ടില്ലേ? നീല, പച്ച, പിന്നെന്താ? നീല, ചുവപ്പ്, പച്ച, 3 കോണുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പാർട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ റോഡ് കോശങ്ങളും കോൺകോശങ്ങളും അതൊക്കെ, പിന്നെന്താണ് നമ്മുടെ കണ്ണിലെ 2 അറകളും പാളികളും മാറിപ്പോവാതെ നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.